ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 31 നമ്മൾ കടന്നു. നാരദ മഹർഷിയുടെ ഉപദേശത്താൽ പ്രജേതസ്സുകളുടെ മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രജേതസ്സുകൾ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ദക്ഷൻ അവരുടെ മകനായിട്ട് പുത്രനായിട്ട് ജനിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ വരെയാണ് നമ്മൾ 30ാമത്തെ അധ്യായത്തിൽ കണ്ടത്. ഇനി അതിനുശേഷം എന്തുണ്ടായി അതാണ് നമ്മൾ 31ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച തദ ഉത്പന്ന വിജ്ഞാന ആശു അദോക്ഷജഭാഷിതം സ്മരന്ത ആത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗ്രഹാത്. തതഹ അനന്തരം. അപ്പം കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി. അനന്തരം ദക്ഷൻ എന്നൊരു പുത്രനും ജനിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ആ ഭാര്യയോടൊപ്പം പ്രജേതസ്സുകൾ സുഖമായി അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഉത്പന്ന വിജ്ഞാന വികസിച്ചു വന്ന ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം, അവർ അങ്ങനെ ആധ്യാത്മികമായ ജ്ഞാനം മഹാദേവനിൽ നിന്നും മഹാവിഷ്ണുവിൽ നിന്നും നേടി. ആ ഉപദേശത്തെ സ്വീകരിച്ച് ആത്മജ്ഞാനത്തെ നേടി അങ്ങനെ ആ അറിവ് വളർന്നു വന്നു. അങ്ങനെ അദോക്ഷജ ഭാഷിതം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ അദോക്ഷജ ഭാഷിതം എന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞത് പ്രകാരം സ്മരന്ത ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് അവരങ്ങനെ കുടുംബജീവിതം നയിച്ചു പോകുന്നത്. രാജ്യഭരണം, കുടുംബജീവിതം, അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ സദാ ഭഗവത് സ്മരണയിൽ, അതായത് ഭഗവാനാണ് ആ കർമ്മത്തെ ചെയ്യുന്നത് എന്ന അർപ്പണഭാവത്തോടെ സ്മരണയോടുകൂടി സകല കർമ്മങ്ങളും ചെയ്ത് ഗൃഹസ്ഥാശ്രമ ജീവിതം അനുഷ്ഠിച്ചു പോരെ. ആശു വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആത്മജ്ഞാനം അങ്ങനെ വളർന്നു വികസിച്ചു വന്നു. അതോടെ ആത്മജേ ഭാര്യാം വിസൃജ്യ ഭാര്യ അവരുടെ പത്നിയായ അവളെ ആത്മജേ പുത്രന്മാർക്ക് വിസൃജ്യ ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യയെ നന്നായി, അമ്മയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഗൃഹാത് പ്രാവ്രജൻ വീട് വിട്ടിറങ്ങിയെന്ന്. അതായത് അഞ്ഞ് അവരൊരു ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു വാനപ്രസ്ഥം നയിക്കാനായിട്ട് ഭഗവാനിൽ മനസ്സേകാഗ്രപ്പെടുത്തി മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവർ പത്നിയുടെ ചുമതല പുത്രന്മാരെ ഏൽപ്പിച്ച് ഭരണവും പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് അവരങ്ങനെ വീട് വിട്ട് ഇറങ്ങി. ശ്ലോകം 2. ദീക്ഷിത ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസ പ്രതീച്യാം ദിശി വേലായാം സിദ്ധഃ അഭൂത് യത്ര ജാജലി. ദീക്ഷിത ദൃഢനിശ്ചയത്തോടു കൂടിയിരുന്നു എന്ന്. ബ്രഹ്മസത്രേണ എന്ന് വെച്ചാൽ ആ ബ്രഹ്മസത്രം എന്ന് വെച്ചാൽ സത്രം എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നിശ്ചിതമായ ആ ഒരു കർമ്മം ഭഗവാനിൽ ബ്രഹ്മസത്രേണ ഭഗവാനിൽ മനസ്സ് ഇങ്ങനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് അതൊരു ദൃഢനിശ്ചയത്തോടെ സർവഭൂതാത്മമേധസ സർവചരാചരങ്ങളും ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളായിരിക്കുന്നതും ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി ദൃഢനിശ്ചയത്തോടെ പ്രതീജ്യാം ദിശി പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി വേലായാം അവിടെ സമുദ്രതീരത്ത് ജാജലി എന്ന് പറയുന്ന ഒരു മഹാമുനിയുണ്ട്. അദ്ദേഹത്തിന് എവിടെ വെച്ചാണോ സിദ്ധ അഭൂത് ആ ഒരു ആത്മീയ സിദ്ധി ലഭിച്ചത് ആ സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. മനസ്സിലായ? അപ്പം ആ പ്രകൃതിയാണ് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് അവർ നിശ്ചയിച്ചിട്ടല്ല അവരെ ആ ഭഗവാൻ എത്തിച്ചത്. മഹാമുനിയായിട്ടുള്ള ജാജലി മഹർഷിക്ക് ആത്മജ്ഞാനം ആ സിദ്ധി കൈവന്നത് എവിടെ വെച്ചാണോ ആ സമുദ്ര തീരത്ത് അവരെത്തിച്ചേർന്നു എന്ന്. അങ്ങനെ വീട് വിട്ടിറങ്ങിയിട്ട്. ശ്ലോകം 3 താൻ നിർജിത പ്രാണമന വചഃ ദൃശഃ ജിത ആസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേ അമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുര അസുര ഈഡ്യഃ ദദൃശേ സ്മ നാരദഃ.
താൻ അവരെല്ലാവരും പ്രചേതസ്സുകളെല്ലാവരും നിർജിത പ്രാണ, നിർജിതം എന്ന് വെച്ചാൽ സമ്പൂർണമായും അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു എന്ന്. എന്തിനെ? പ്രാണവായുവിനെ, അവരുടെ മനസ്സിനെ എന്ന് വെച്ചാൽ ചിന്തകളെ, വജഹ അവരുടെ വാക്കുകളെ, ദൃശ അവരുടെ കാഴ്ചകളെ, അവർ കാണുന്നതിനെ, അതായത് കാണുന്നതിനെയൊക്കെ സ്വീകരിക്കുന്നത് മനസ്സല്ലേ. അപ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും മനസ്സതിൻ്റെ പിന്നാലെ പായാതെ മനസ്സിനെ നിയന്ത്രിച്ചു, വാക്കുകളെ നിയന്ത്രിച്ചു, പ്രാണവായുവിനെ വരെ നിയന്ത്രിച്ചിട്ട് ജിത ആസനാൻ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഇരിപ്പിടത്തിൽ ഏകാഗ്രമായിട്ട് അങ്ങോട്ട് ഇരുന്നു എന്ന്. നമുക്കൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും കാല് കടപ്പ് വരും അല്ലേ. ഇത് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഏകാഗ്രമായ ഇരിപ്പ് ഇരുന്നിട്ട് ശാന്ത സമാന വിഗ്രഹാൻ, ശാന്തമായ സമാനമായ ശരീരത്തോടു കൂടിയ ആ പ്രചേതസ്സുകൾ എല്ലാവരും പരേ അമലേ ബ്രഹ്മണി, അമലേ പരിശുദ്ധമായ പരബ്രഹ്മണി ആ പരമാത്മാവിൽ യോജിതാത്മന മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി, അതായത് മനസ്സിനെ ആ ഭഗവാനിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഇരിക്കെ, അപ്പം അങ്ങനെ അവരെല്ലാവരും ഇരിക്കെ, ആ സമുദ്രതീരത്തിരിക്കെ സുര അസുര ഈഡ്യഹ ദേവന്മാരും അസുരന്മാരും ആരാധിച്ചിരുന്ന നാരദ മഹർഷി സ്മാ ദൃശ്യേ അവിടെ എത്തിച്ചേർന്നു. സ്വന്തം ഇച്ഛപ്രകാരം, അതായത് ഭഗവാൻ നാരദ മഹർഷിയുടെ ഉള്ളിൽ തോന്നിക്കുകയാണ് അവർക്ക് ഉപദേശം കൊടുക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ പ്രചേതസ്സുകൾ നാരദ മഹർഷിയെ കണ്ടു എന്ന്. അപ്പോൾ പടിഞ്ഞാറ് ദിക്കിലെ ജാജിനി മഹർഷിക്ക് ആ ഒരു സിദ്ധി ലഭിച്ച ആ പ്രദേശം, ആ സമുദ്രതീരം, അവിടെ എത്തിച്ചേർന്നപ്പോൾ അവർ മനസ്സിനെ നിയന്ത്രിച്ച്, വാക്കുകളെ പ്രാണവായുവിനെയൊക്കെ നിയന്ത്രിച്ച് തപസ്സിരിക്കാനുള്ള ആ ഒരു ഇരിപ്പിടത്തിൽ, അതായത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ ഇരുന്ന് അങ്ങനെ ഒരേ രീതിയിൽ ശാന്തവും സമാനവുമായ ശരീരത്തോടു കൂടിയ അവർ ആ ഭഗവാനിൽ മനസ്സ് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരിക്കവേ അവിടേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു. ശ്ലോകം 4. തം ആഗതം ത ഉത്തായ പ്രണിപത്യ അഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനം അധ അബ്രുവൻ. തം ആ നാരദ മഹർഷി ആഗതം അടുത്തു വന്നത് കണ്ടപ്പോൾ താന്ന് വെച്ചാൽ തേ ആ പ്രചേതസ്സുകൾ ഉത്തായ ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രണിപത്യ നമസ്കരിച്ചുകൊണ്ട് അഭിനന്ദ്യച്ച നാരദ മഹർഷിയെ അഭിനന്ദിച്ചു. എന്നാൽ അദ്ദേഹം സ്വന്തം ഇച്ഛയാലാണ് അവിടെ എത്തിച്ചേർന്നത്. അതിനുശേഷം യഥാദേശം വിധിപ്രകാരം പൂജയിത്വ നാരദ മഹർഷിയെ പൂജിച്ചു. എന്നിട്ട് സുഖ ആസീനം അദ്ദേഹത്തിന് ഇരിക്കാൻ നല്ല ഒരു ഇരിപ്പിടം തയ്യാറാക്കി അദ്ദേഹത്തെ അതിൽ ഇരുത്തി. അതിനുശേഷം അബ്രുവൻ നാരദ മഹർഷിയോട് പറഞ്ഞു എന്ന്. അപ്പോൾ അവരുടെ മുന്നിൽ തപസ്സിരിക്കുന്ന അവരുടെ മുന്നിൽ നാരദ മഹർഷി എത്തിയത് കണ്ടപ്പോൾ ഉടൻ എഴുന്നേറ്റ് നമസ്കരിച്ച് അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വീകരിച്ച് ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ പ്രചേതസ്സുകൾ എന്താണ് നാരദ മഹർഷിയോട് പറഞ്ഞത്? എത്ര കേട്ടാലും പൂർണ്ണത വരാത്തതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പഠിച്ചത്, ഓർമ്മയുണ്ടോ? ബ്രഹ്മാവിനോ മഹാവിഷ്ണുവിനോ ഇനി എത്ര വലിയ യോഗാവസ്ഥ നേടിയ ഒരാൾക്ക് പോലും പൂർണ്ണമായി അറിയാൻ കഴിയാത്തതാണ് ആ പരമാത്മ സത്യം എന്ന് പറയില്ലേ. അതാണ് ഇവിടെയും നടക്കുന്നത്. ഇപ്പം മഹാദേവനിൽ നിന്നും തത്വജ്ഞാനത്തെ നേടി, മഹാവിഷ്ണുവിൽ നിന്നും തത്വജ്ഞാനത്തെ നേടി, എന്നിട്ടും അത് പൂർണ്ണതയെ എത്തിയിട്ടില്ല. പ്രചേതസ്സുകൾ പറയുന്നത് കേട്ടോളൂ. സ്വാഗതം തേ സുരാ ഋഷേ അദ്യ ദൃഷ്ട്യാ നഹ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മൻ അഭയായ യഥാ രവേഹേ. തേ സ്വാഗതം സുര ഋഷേ ദേവന്മാരുടെ ദേവർഷിയായിട്ടുള്ള അല്ലയോ നാരദ മഹർഷി, അങ്ങേക്ക് സ്വാഗതം. അദ്യ ഇന്ന് ദിഷ്ട്യ, അതായത് ദിഷ്ട്യ എന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ട്, നഹ ഞങ്ങൾക്ക് ദർശനം ഗത അങ്ങയുടെ ദർശനം കിട്ടി. ഇനി അങ്ങ് ആരെ പോലെയാണെന്നാണ് പറയുന്നത്? യഥാ രവേ സൂര്യനെ പോലെയാണ് അങ്ങ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തവ ചംക്രമണം അങ്ങയുടെ യാത്രകളുണ്ടല്ലോ, സഞ്ചാരം, ബ്രഹ്മൻ അഭയായ അല്ലയോ ബ്രഹ്മൻ എന്ന് വെച്ചാൽ ബ്രഹ്മർഷേ, അഭയായ എന്ന് വെച്ചാൽ ഭയം ഇല്ലാതാക്കുന്നു എന്ന്. അറിവില്ലായ്മയുടെ അന്ധകാരം, ആ അന്ധകാരത്തിൽ നിന്നുണ്ടാകുന്ന ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങ് ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നത്. സൂര്യനെ പോലെ എവിടെയാണോ ഇരുട്ട്, ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതിനാണ് സൂര്യഭഗവാൻ ഇങ്ങനെ നിറഞ്ഞ് പ്രകാശിച്ച് സദാ നിൽക്കുന്നത് അല്ലേ. ഇരുട്ടിനെ സൂര്യഭഗവാൻ എപ്രകാരമാണോ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്, അതുപോലെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നുണ്ടാകുന്ന ഭയത്തെ അങ്ങനെ ആരാണോ ഇരിക്കുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങ് ഈ ഭൂലോകമല്ല മുഴുവൻ ലോകങ്ങളും അങ്ങ്
ചുറ്റി സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങയുടെ ദർശനം ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. കണ്ടോ, അവർ പ്രാർത്ഥിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ അറിവ്, ആ കറക്റ്റ് സമയം അറിവ് നേടാൻ പ്രാപ്തമായപ്പോൾ ഗുരു, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരു കൃത്യമായിട്ട് അവരുടെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അതാണ് ഇപ്പോൾ നാരദ മഹർഷി സ്വന്തം ഇച്ഛയാലാണ് അവിടെ എത്തിച്ചേർന്നത്. അതാണ് സമയമാവുമ്പോൾ ഗുരു തേടി വരുമെന്ന് പറയുന്നത്. ശ്ലോകം 6. യഥാദിഷ്ടം ഭഗവതാ ശിവേന അദോക്ഷജേന ച തഥാ ഗൃഹേഷു പ്രസക്താനാം പ്രായശഃ ക്ഷപിതം പ്രഭോഹോ. എന്നിട്ട് പറയാണ് പ്രചേതസ്സുകൾ, ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, യഥാദിഷ്ടം, അതായത് യഥാദിഷ്ടം എന്ന് വെച്ചാൽ എന്താണോ ഞങ്ങളോട് എന്താണോ ദിഷ്ടം നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉപദേശിച്ചത്, ഭഗവതാ ശിവേന, ഭഗവാൻ മഹാദേവനും, അദോക്ഷജേന എന്ന് വെച്ചാൽ മഹാവിഷ്ണു. അപ്പോൾ ഭഗവാൻ മഹാദേവൻ ആദ്യം വന്ന് ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞെടുത്ത രുദ്രഗീതം ജപിച്ച് ആരാധിച്ചപ്പോൾ മഹാവിഷ്ണുവും വന്ന്, അദോക്ഷജേന എന്ന് വെച്ചാൽ മഹാവിഷ്ണുവും വന്ന് പറഞ്ഞു ഉപദേശിച്ചു. അങ്ങനെ അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടി, അവരുടെ ഉപദേശവും കിട്ടി. പക്ഷേ തഥാ, അതെല്ലാം ഗൃഹേഷു പ്രസക്താനാം, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് രാജ്യഭരണം, കുടുംബം, ഇതൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ പ്രായശഃ, മിക്കവാറും ആ അറിവൊക്കെ ക്ഷപിതം, കുറഞ്ഞു വന്നു. അതായത് ഞങ്ങളിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു, അല്ലയോ ഗുരുവേ, അതാണ് ആ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മഹാദേവനിൽ നിന്നും വിഷ്ണുവിൽ നിന്നും ആ അറിവുകൾ നേടി. പക്ഷേ പിന്നീട് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് വന്നു, രാജ്യഭരണം ഏറ്റെടുത്തു, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പതുക്കെ ആ അറിവിനെയൊക്കെ അറിയാതെ, അതായത് ഈ മായയാകുന്ന ലോകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ സത്യം പതുക്കെ മറയ്ക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ മറഞ്ഞു പോയിരിക്കുന്നു ഞങ്ങളിൽ നിന്ന്. അതാണ് ആ പറഞ്ഞത്. തത് ന പ്രദ്യോദയ അധ്യാത്മജ്ഞാനം തത്വാർത്ഥ ദർശനം യേന അഞ്ജസ തരിഷ്യാമഹ ദുസ്തരം ഭവസാഗരം. തത്, അതുകൊണ്ട്, നഹ, ഞങ്ങൾക്ക്, പ്രദ്യോദയ, ഉണർത്തിത്തന്നാലും, ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു തന്നാലും, തത്വാർത്ഥ ദർശനം, ആ പരമാത്മ തത്വത്തിലേക്ക് എത്താനുള്ള, അതിനെ ദർശിക്കുവാനുള്ള അധ്യാത്മജ്ഞാനം, ആ ആത്മീയമായ ജ്ഞാനത്തെ ഞങ്ങളുടെ ഉള്ളിൽ ഉണർത്തിത്തന്നാലും എന്ന് നാരദ മഹർഷിയോട് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അറിവിനാൽ അഞ്ജസ, വളരെ എളുപ്പത്തിൽ, ദുസ്തരം ഭവസാഗരം, മറികടക്കാൻ അത്യധികം ബുദ്ധിമുട്ടേറിയ ഈ ഭൗതിക ലോക ജീവിത സാഗരത്തെ വളരെ എളുപ്പത്തിൽ തരിഷ്യാമഹ, ഞങ്ങൾ തരണം ചെയ്യും. അപ്പം എന്താ പറഞ്ഞത്? അതുകൊണ്ട് കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആ അറിവൊക്കെ വിസ്മരിച്ചു പോയി. അതുകൊണ്ട് ആ പരമാത്മ തത്വത്തെ ദർശനം, അത് ആ ഈശ്വരനെ അനുഭവിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള ആത്മീയ ജ്ഞാനത്തെ ഞങ്ങൾക്ക് പകർന്നു തന്നാലും, അതിലൂടെ ഈ മറികടക്കാൻ പ്രയാസമേറിയ ഈ ഒരു ലോകസാഗര, ദുഃഖം നിറഞ്ഞ ഈ ഒരു സംസാര സാഗരത്തെ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ തരണം ചെയ്ത് കടക്കാം. ഇത്രയും പറഞ്ഞിട്ട് മൈത്രേയ മഹർഷി പറയാണ്, ഇതി പ്രചേതസാം പൃഷ്ടഃ ഭഗവാൻ നാരദമുനിഃ ഭഗവതി ഉത്തമശ്ലോക ആവിഷ്ടാത്മ അബ്രവീത് നൃപാൻ. മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ്, ഇപ്രകാരം പ്രചേതസ്സുകൾ പൃഷ്ടഃ ചോദിച്ചപ്പോൾ ഭഗവാൻ നാരദ മഹർഷി ഭഗവതി ഉത്തമ ശ്ലോക ആവിഷ്ട ആത്മാ, ഉത്തമ ശ്ലോകങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന ആ ഭഗവാൻ ശ്രീഹരിയിൽ ആവിഷ്ട ആത്മാ, മനസ്സിനെ അർപ്പിച്ച, പരിപൂർണമായി അർപ്പിച്ച ആ നാരദ മഹർഷി നൃപൻ, ആ രാജപുത്രന്മാർക്ക് അബ്രവീത്, അവരോട് ഇപ്രകാരം പറഞ്ഞു. നാരദ മഹർഷി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം. ശ്ലോകം 9. നാരദ ഉവാച, നാരദ മഹർഷി പറയാണ്, തത് ജന്മ താനി കർമാണി തത് ആയുഹു തത് മനഃ വചഃ നൃണാം യേന ഹി വിശ്വാത്മാ സേവ്യതേ ഹരിഹി ഈശ്വരഃ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? നൃണാം, മനുഷ്യർക്ക്, ഇപ്പം ഈ ലോകത്ത് ഭൂമിയിലെ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഏന അല്ലല്ല, തത് ജന്മ എന്നാണ് കേട്ടാ. ഇവിടെ പറയുന്നത് ഈ ഭൂമിയിലെ ഒരു നൃണാം, മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ യേനഹി, ഏതിലൂടെ, വിശ്വാത്മാ, സർവസ്വരൂപനും, ഈശ്വരഃ, പരമനിയന്താവുമായിട്ടുള്ള ഹരി,
ഭഗവാൻ ശ്രീഹരിയെ സേവ്യതേ, സേവിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്, തത് ജന്മ, നിങ്ങളുടെ ആ ജന്മം ഏത് ജന്മമാണോ, ഇനി എപ്പോൾ തൊട്ടാണോ നിങ്ങൾ ആ ഭഗവാനെ അറിഞ്ഞാരാധിക്കാൻ തുടങ്ങുന്നത്, ആ സമയം മുതൽ താനി കർമാണി, നിങ്ങളുടെ ആ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കർമ്മം, നിങ്ങളുടെ ആ ജന്മമാണ് യഥാർത്ഥത്തിലുള്ള ജന്മം. ആ ജന്മത്തിൽ ഏത് സമയം തൊട്ടാണോ നിങ്ങളെ ഭഗവാനെ ശരിക്കും അറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങുന്നത്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമയം. തത് ആയുഹു, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ആയുസ്. തത് മനഃ വജഹ, നിങ്ങളുടെ വാക്കിനും മനസ്സിനും ശരിക്കും അർത്ഥവത്താകുന്നത്, യഥാർത്ഥമായി അതിന് അർത്ഥമുണ്ടാകുന്നത് അപ്പോഴാണ്. ഏത് ജന്മത്തിലാണോ ഭഗവാനെ ശരിക്കും അറിഞ്ഞ് ആ ഭഗവാന്റെ പാദങ്ങളിൽ പരമനിയന്താവും സർവസ്വരൂപനും എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഏതൊരു ചെറിയ ആറ്റം പോലും ആ പരമാണു വിഷ്ണു എന്ന് അറിയുന്നത്, എല്ലാ രൂപത്തിലും ഇവിടെ കാണുന്നത് ഭഗവാനും എല്ലാത്തിൻ്റെ നിയന്താവായിരിക്കുന്നത് ഒരേ ഭഗവാൻ തന്നെ എന്ന് അറിഞ്ഞ് നിങ്ങൾ ഏത് ജന്മത്തിലാണോ ഭഗവാനെ ശരിക്കും ആ തരത്തിൽ മനസ്സിലാക്കി ആരാധിക്കാൻ തുടങ്ങുന്നത്, അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ജന്മം. അത് ആ ജന്മത്തിൽ ഏത് സമയം തൊട്ടാണോ എപ്പോൾ തൊട്ടാണോ ഈ അറിവ് നേടി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുന്നത്, അതാണ് അവൻ്റെ യഥാർത്ഥ സമയം, അതാണ് അവൻ്റെ യഥാർത്ഥ ആയുഷ്കാലം. അവൻ്റെ വാക്കിനും മനസ്സിനും അവൻ്റെ വാക്കുകൾക്കും മനസ്സിനും ശരിക്കും അർത്ഥവത്താകുന്നത് അപ്പോൾ തൊട്ടാണ്. അതാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള കർമ്മം. കാരണം ജീവിതത്തിൻ്റെ എന്തിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയത്, ആ മനുഷ്യജന്മത്തിലേക്ക് ആ ജന്മലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കർമ്മം അപ്പോഴാണ് അവൻ ശരിക്കും ആരംഭിച്ചത്, അല്ലേ? എന്തിനാണ് മനുഷ്യജന്മം കിട്ടുന്നത്? നരനായി പിറക്കുന്നത് നാരായണനെ അറിയാനാണെന്ന്, അല്ലേ? അതായത് ഭഗവാൻ ആരെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ വേണ്ടിയാണ് ഒരു നരജന്മം കിട്ടുന്നത്. അപ്പോൾ ആ ജന്മലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കർമ്മം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത്. ഇനി അതല്ലാത്തത് ഒന്നിനും ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് അതല്ലാത്ത മറ്റെന്ത് കർമ്മം ചെയ്താലും അതിനൊരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നതാണ് കേട്ടോ തുടർന്നുള്ള ശ്ലോകങ്ങൾ. ശ്ലോകം 10. കിം ജന്മഭിഹി ത്രിഭിഹി വാ ഇഹ ശൗക്ര സാവിത്ര യാജ്ഞികൈഹി കർമ്മഭിഹി വാ ത്രയീ പ്രോക്തൈഹി പുംസഃ അഭി വിബുധായുഷഃ. കിം ജന്മഭിഹി, കിം എന്താണെന്ന്, ജന്മഭിഹി ഈ ജന്മത്തിൽ അതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ത്രിഭിഹി വാ ഇഹ, ഇഹ എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ, ത്രിഭിഹി 3 വിധത്തിലുള്ള ജന്മ, ഈ ജന്മങ്ങൾ കൊണ്ട്. അപ്പോൾ ത്രിഭിഹി എന്ന് വെച്ചാൽ 3 വിധത്തിലുള്ള ജന്മം, 3 വിധത്തിലുള്ള ജന്മങ്ങൾ കൊണ്ട് ഈ ലോക ജീവിതത്തിൽ കിം എന്ത് പ്രയോജനം എന്ന്. 3 വിധത്തിലുള്ള ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് അടുത്തത് പറയുന്നത്. ശൗക്രം എന്ന് വെച്ചാൽ ശുക്ലത്തിൽ നിന്നും ഒരാൾ ജനിക്കുന്നു, ഒരു മനുഷ്യജന്മം ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ ജന്മം എന്താണെന്നറിയോ? സാവിത്രഹ, അതായത് വിദ്യാഭ്യാസം തുടങ്ങുകയാണ്, ഉപനയനം. അപ്പം ബ്രാഹ്മണന്മാരാണെങ്കിൽ ഉപനയനം തുടങ്ങി ഒരു ഗുരുവിനെ ദീക്ഷ കൊടുത്ത് നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങുന്നു. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ ഫീസ് അടച്ച് അറിവ് നേടാനായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലം, അതാണ് രണ്ടാമത്തെ ജന്മമായി പറയുന്നത്. ഇനി യാജ്ഞികൈഹി എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണനാണെങ്കിൽ യാഗയജ്ഞാദി കർമ്മങ്ങൾ സ്വയം പഠിച്ച് സ്വയം അനുഷ്ഠിക്കാൻ തുടങ്ങുക, അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതം നടന്ന് പഠിച്ച അറിവ് വെച്ച് ജോലി ചെയ്ത് ജീവിക്കുക. ഇനി ഒരു ബ്രാഹ്മണനാണെങ്കിലോ എന്താണ് അർത്ഥം? യാഗയജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുക, അതാണ് 3ാമത്തെ ജന്മം. അപ്പോൾ ശുക്ലത്തിൽ നിന്നും ജനിക്കുന്നത് 1ാമത്തെ ജന്മം, വിദ്യ അഭ്യസിക്കാൻ ആരംഭിക്കുന്നത് 2ാമത്തെ ജന്മം, നേടിയ അറിവ് വെച്ച് തൊഴിൽ ചെയ്ത് കർമ്മം ചെയ്ത് ജീവിക്കുന്നത് 3ാമത്തെ. ഈ 3 ഭാഗങ്ങളും 3 ജന്മങ്ങളായി പറയാണ്. ഈ 3 ജന്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? കർമ്മഭിഹി വാ ത്രയീ പ്രോക്തൈഹി. ത്രയീ പ്രോക്തൈഹി എന്ന് വെച്ചാൽ 3 വേദങ്ങളെയാണ് പറയുന്നത്. ആ 3 വേദങ്ങളിൽ പറയപ്പെടുന്ന ഈ കർമ്മങ്ങൾ, അതായത് ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന പോലെയൊക്കെ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളുടെ പ്രത്യേകത അറിയാലോ. ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് വേദങ്ങളിൽ പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് പുംസഹ അഭി, ഒരു മനുഷ്യജന്മം കിട്ടിയെങ്കിൽ പോലും വിബുധായുഷ, അതായത് വിബുധായുഷ എന്ന് വെച്ചാൽ പറയുന്ന ദേവന്മാരുടെ ആയുസ്,
വിബുധ ആയുഷ. ദേവന്മാരുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ദേവന്മാരുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദീർഘായുസ് കിട്ടിയാൽ പോലും വേദവിധി പ്രകാരം ഫലേച്ഛ കർമ്മങ്ങളിൽ മുഴുകിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ പുംസഹാബി, അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടേക്കും എന്താണ് പ്രയോജനം എന്ന്. അതാണ് പറഞ്ഞത്. ഭഗവത് സ്മരണയില്ലാതെ ജീവിക്കുന്ന ഒരു ജന്മം കിട്ടിയിട്ട് ആ ജന്മത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഒരു പ്രയോജനവുമില്ല. 3 വിധത്തിൽ ജനിക്കുന്നു, ഒരച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളായി ജനിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, നേടിയ അറിവ് വെച്ച് ജോലി ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇനി വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവനാണെങ്കിലും ഇനി ദേവന്മാരെ പോലെ ദീർഘായുസുള്ളവനാണെങ്കിലും ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഭഗവത് സ്മരണയില്ലാതെ ഭഗവാനെ അറിയാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ എന്ത് പ്രയോജനം? അതാണ് ആ പറയുന്നത്. ശ്ലോകം 11. ശ്രുതേന തപസാ വാക്യം വാചോഭി ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാക്യം നിപുണയാ ബലേന ഇന്ദ്രിയ രാധസ. ശ്രുതേന അതായത് വൈദിക വിദ്യാഭ്യാസം, അറിവ് നേടുന്നത് കൊണ്ടോ, തപസ്സുകൊണ്ടോ, വാക്യം എന്താണ് പ്രയോജനം എന്ന്. ഭഗവാനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ എത്ര കാലം തപസ് ചെയ്താലും ഇനിയിപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ തപസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തപസ് ചെയ്യുന്നത് കൊണ്ടോ ഇനി വേദങ്ങളൊക്കെ അറിവ്, ഭാഗവതം, ഗീത എല്ലാം നന്നായി പഠിച്ചു വെച്ചത് കൊണ്ടോ എന്ത് പ്രയോജനം? ഭഗവാനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രയോജനം എന്ന്. തപസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ. എല്ലാ അസുരന്മാരും ഈ കണ്ട ശക്തിയെ മുഴുവൻ സമ്പാദിച്ചത് തപസ് ചെയ്തിട്ടാ, എന്നിട്ട് അവർക്കത് ഗുണം ചെയ്തു. അപ്പം തപസ് ചെയ്യുന്നത് കൊണ്ടോ വേദ പഠനം നടത്തുന്നത് കൊണ്ടോ എന്ത് പ്രയോജനം? ഭഗവത് സ്മരണ ഇല്ലെങ്കിൽ, സകല കർമ്മങ്ങളും ഭഗവാനിൽ സ്മരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? വാചോബി, നിങ്ങൾ നല്ല വാക്ചാരുതയുള്ള ആളുകളാണ്, അതായത് നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരാണ്, എന്ത് പ്രയോജനം? ചിത്തവൃത്തിഭിഹി, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും മനസ്സും നന്നായി കർമ്മം ചെയ്യാൻ കഴിവുള്ളവരാണ്, എന്ത് പ്രയോജനം? ബുദ്ധ്യാ വാക്യം നിപുണയ, നൈപുണ്യമുള്ള ബുദ്ധി, നല്ല വിദഗ്ധരാണ്, നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്, വാക്യം എന്ത് പ്രയോജനം? ഇനി ബലേന, നിങ്ങളുടെ ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, ഇന്ദ്രിയ രാധസ, ഇന്ദ്രിയങ്ങൾക്കും നല്ല ശക്തിയുണ്ട്, എന്ത് പ്രയോജനം? അറിയേണ്ടതിനെ അറിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും. ശരീരത്തിന് ശക്തിയുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിലും നമ്മൾ വേദം മുഴുവൻ പഠിച്ചാലും തപസ് ചെയ്താലും അറിയേണ്ടതിനെ ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ ഒരു മനുഷ്യജന്മം കൊണ്ട് എന്ത് പ്രയോജനം? നല്ല വാക്സാമർത്ഥ്യമുള്ളവരാണെങ്കിലും നല്ല ബുദ്ധിശക്തിയുള്ളവരാണെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിലും ഒന്നും ഇതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? നരജന്മം ലഭിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നാരായണനെ അറിയുക എന്നതാണ്. അതായത് ഭഗവാനെ അറിയുക എന്ന് വെച്ചാൽ അവനവനെ തന്നെ അറിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. അത് സാധിക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും എന്ത് പ്രയോജനമാണുള്ളത്? അതാണ് ആ പറഞ്ഞത്. ശ്ലോകം 12. കിം വാ യോഗേന സാഖ്യേന ന്യാസ സ്വാധ്യായ യഹ അഭി കിം വാ ശ്രേയോഭി അന്യൈഹി ച ന യത്ര ആത്മപ്രദോ ഹരിഹി. കിം വാ എന്ത് പ്രയോജനം? യോഗേന യോഗാഭ്യാസം ചെയ്തു, അഷ്ടാംഗ യോഗമൊക്കെ പരിശീലിച്ചു, എന്ത് പ്രയോജനം? ഭഗവാനെ അറിയില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. സാഖ്യേന അതായത് തത്വശാസ്ത്രങ്ങൾ, സാഖ്യശാസ്ത്രം, തത്വങ്ങൾ, ഈശ്വരതത്വം എല്ലാം മനസ്സിലാക്കി, അതൊക്കെ പഠിച്ചെടുത്തു. എവിടെയൊക്കെയോ ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് സാഖ്യ തത്വശാസ്ത്രം, ഈശ്വര തത്വത്തെയൊക്കെ കേട്ട് പഠിച്ചു, എന്ത് പ്രയോജനം? സ്വയം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ. ന്യാസ, നിങ്ങൾ സന്യാസം സ്വീകരിച്ചു, എന്ത് പ്രയോജനം? സ്വാധ്യായ, ഭാഗവതവും ഗീതയും നാരായണീയവും 4 വേദങ്ങളും നന്നായി പഠിച്ചു, സ്വാധ്യായം ചെയ്തു, എന്ത് പ്രയോജനം? യഹ അഭി, ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? കിം വാ ശ്രേയോഭിഹി അന്യൈഹി ച, മറ്റു ശ്രേഷ്ഠകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇനി ഇതൊന്നും പോരാതെ ഇനി വേറെ എന്തെങ്കിലും ശ്രേഷ്ഠ കാര്യങ്ങളുണ്ടോ? അതൊക്കെ ചെയ്തു. കിം വാ എന്ത് പ്രയോജനം? നഹ അറിയുന്നില്ല, എത്ര ഇതിലൂടെയൊക്കെ ആത്മപ്രദോ ഹരിഹി, പൂർണ്ണമായ ഒരു ആത്മസമാധാനം, ആത്മസംതൃപ്തി അഥവാ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ആ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി അല്ലെങ്കിൽ സമാധാനമാണ് ഭഗവാൻ എന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ
യോഗാഭ്യാസം ചെയ്തിട്ടും തപസ് ചെയ്തിട്ടും സാംഖ്യശാസ്ത്രം പഠിച്ചിട്ടും ശ്രേഷ്ഠകരമായ എന്ത് പുണ്യകർമ്മം ചെയ്തിട്ടും സന്യാസം സ്വീകരിച്ചിട്ടും ഇനി വേദം പഠിച്ചിട്ടും ഒന്നൊക്കെ എന്ത് പ്രയോജനം? അവസാന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായ? ആത്മപ്രദഃ എന്ന് വെച്ചാൽ പൂർണ്ണമായ ശാന്തി, മനസ്സടങ്ങുന്ന അവസ്ഥ, ആത്മസംതൃപ്തി എന്നെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? പൂർണ്ണമായ രീതിയിൽ ആ ഒരു ആത്മാവിൻ്റെ സംതൃപ്തി, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് അല്ലേ? ആത്മസംതൃപ്തി എന്നാണ് നമ്മൾ പറയുന്നത്. ആത്മാവിൻ്റെ തൃപ്തി, ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സംതൃപ്തി. ആത്മാവ് ഈശ്വരൻ, അപ്പം ഈശ്വരൻ്റെ സംതൃപ്തി, ആ അവസ്ഥ അതിലേക്ക് ആ അറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു എന്താ പറയുക ഇളക്കവുമില്ല. മനസ്സടങ്ങി എന്നർത്ഥം, പൂർണ്ണ സംതൃപ്തി. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സടങ്ങി. നമ്മൾ ഈ തപസ് ചെയ്യുന്നു, യോഗാഭ്യാസം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, സന്യാസം സ്വീകരിക്കാൻ പോകുന്നു, വേദങ്ങളൊക്കെ പഠിച്ച് മുഴുവൻ വേദങ്ങളും പഠിച്ചെടുക്കുന്നു, പിന്നെ ശ്രേഷ്ഠകരമായ എന്തൊക്കെ പുണ്യകർമ്മങ്ങളുണ്ടോ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിനെ ഇപ്പോഴും പരിപൂർണമായ ഒരു സംതൃപ്തി അത് വന്നു കഴിഞ്ഞാൽ മനസ്സടങ്ങി ശാന്തമായി. അത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എന്താണ് പ്രയോജനം? പിന്നെ എന്താണ് ഇതുകൊണ്ടൊക്കെ പ്രയോജനം? കാരണം ഏത് കർമ്മമാണെങ്കിലും, ജോലി ചെയ്യുന്നതാണെങ്കിലും, കുടുംബജീവിതം നയിക്കുന്നതാണെങ്കിലും, ഇനി ഇങ്ങനെയുള്ള വേദാഭ്യാസങ്ങളൊക്കെ പഠിക്കുന്നതാണെങ്കിലും, എല്ലാത്തിൻ്റെയും നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കുറേ പൈസ ഉണ്ടാക്കലല്ല. നമ്മളെല്ലാവരും പണം ഉണ്ടായാലും നമുക്ക് വരുന്നത് എന്താ? മനസ്സമാധാനം. പണം ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം പണം ഉണ്ടാക്കുന്നത് എന്തിനാ? ആത്യന്തികമായി മനസ്സമാധാനം, ശാന്തമായൊരവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളുടെയും എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം പരിപൂർണമായ ഒരു സംതൃപ്തി മനസ്സിന് വരണം, മനസ്സടങ്ങണം, ശാന്തമാവണം. ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ഈ ഓട്ടം പാച്ചിലും മുഴുവൻ നടത്തുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? ഇത് എന്ന് കരുതി ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. അതാണ് പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുത്തത്. ഒരുപാട് ഈ പുണ്യകർമ്മം യാഗം ചെയ്തിട്ട് എന്ത് പ്രയോജനം? അങ്ങ് ഉദ്ദേശിക്കുന്ന പൂർണ്ണ ആത്മസംതൃപ്തി അഥവാ മനസ്സടങ്ങുന്ന അവസ്ഥയിലേക്ക് അങ്ങ് എത്തണമെങ്കിൽ ഇതുകൊണ്ട് സാധ്യമല്ല. അതിന് ഭഗവാനെ അറിയണം. ശരിക്കും എന്താണ് ഭഗവാൻ എന്നുള്ളത് അറിയണം. അതാണ് പറയണത്. അങ്ങനെ ഭഗവാൻ അറിഞ്ഞ് ഉപാസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സ് അങ്ങനെ അറിഞ്ഞ് ഭഗവാനെ സേവിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് മനസ്സിന് സംതൃപ്തി എന്നൊരവസ്ഥയെ അനുഭവിക്കാൻ പറ്റുക. ആത്മസംതൃപ്തി, അതാണ് അപ്പോൾ കിട്ടുന്ന ഒരു ശാന്തി ഉണ്ടല്ലോ, സുഖം, അതാണ് ശ്രീഹരി, അതാണ് ഹരിഹി. ആ സമാധാനം, ആ ശാന്തതയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാൻ ശ്രീഹരി. അങ്ങനെ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമെന്നാണ് പറഞ്ഞത്. ശ്രേയസാമഭി സർവേഷാം ആത്മാ ഹി അവധി അർത്ഥത സർവേഷാം അഭിഭൂതാനാം ഹരിഹി ആത്മതഃ പ്രിയഃ. ശ്രേയസാമഭി സർവേഷാം, സർവേഷാം എല്ലാ വിധത്തിലുള്ള ശ്രേയസാമഭി സത്പ്രവൃത്തികളും ശ്രേഷ്ഠപരമായ പ്രവൃത്തികളും ആത്മാവാണ്. അവധി അർത്ഥത, അവധി എന്ന് വെച്ചാൽ ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം ആത്മാവാണ്. അർത്ഥത എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മാവിൻ്റെ സംതൃപ്തിയാണ്. ചെയ്യുന്നത് ആത്മാവാണ്. ആത്മാവ് ഇച്ഛിക്കുന്നു, പ്രകൃതി കർമ്മം ചെയ്യാനുള്ള ശക്തിയാവുന്നു, ശരീരം എന്ന ഭൗതിക വസ്തു പ്രവർത്തിക്കുന്നു, ആ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. ആത്മാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി, ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് എന്നതാണ് വാസ്തവം. സർവേഷാം അഭിഭൂതാനാം, എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരിയാണ് ആത്മാവായിരിക്കുന്നത്. ആത്മതഃ, ആത്മാവിനെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയഃ, നമ്മുടെ പ്രിയ സുഹൃത്തായിരിക്കുന്നത്.
സർവചരാചരങ്ങളിലും വസിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരിയാണ് ആത്മാവായിരിക്കുന്നത്. ആത്മാവിനെ നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന ശക്തിയും ആ ഭഗവാൻ തന്നെയാണ്. നമ്മുടെ പ്രിയ സുഹൃത്തായിരിക്കുന്നതും ആ ഗുരുവായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമ്മളുടെ സകല കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ ഭഗവാനെ അറിയുക എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുടുംബജീവിതമാകുന്ന കെട്ടുപാടിൽ പെട്ടുപോയപ്പോൾ ആത്മതത്വം മറന്നുപോയി എന്നുള്ള പ്രചേതസ്സുകളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണത്. എല്ലാ കർമ്മങ്ങളും ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഒന്നും ഉപേക്ഷിച്ചു പോവലല്ല. ഓരോ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ അത് കൃത്യമായി കർമ്മം ചെയ്യുക. പക്ഷേ ഈ കർമ്മങ്ങളെ ഞാനല്ല, ആത്മാവ് ഇച്ഛിക്കുന്നു, ശരീരം പ്രകൃതി അതിനുള്ള, പുരുഷൻ ഇച്ഛിക്കുന്നു, പ്രകൃതി അതിനുള്ള ശക്തിയെ നൽകുന്നു. ഈ ഒരു സത്വരജ തമോ ഗുണങ്ങൾ കൊണ്ട് മായ കൊണ്ടുണ്ടായ ഈ ഭൗതിക ശരീരം ആ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു. ആ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ ഇതാണ് ഞാൻ എന്ന് പറയും, എന്നിട്ട് നമ്മൾ ശരീരത്തെ പറയുമ്പോൾ എൻ്റെ ശരീരം എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ തന്നെ പറയണേ അല്ലേ? ഇതാണ് ഞാൻ എന്ന് പറയും, എന്നിട്ട് നമ്മൾ തന്നെ പറയും ഓരോ സംസാരിക്കുമ്പോൾ എൻ്റെ ശരീരം, എൻ്റെ മനസ്സെന്ന്. അപ്പോൾ ഈ ശരീരത്തിനും മനസ്സിനും ഉടമയായ ഒരാളുണ്ട്, അതാണ് ഞാൻ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അഹംബുദ്ധിയിലിരുന്ന് നമ്മൾ ഇതാണ് ഞാൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ആത്മാവാണ് ഇച്ഛിക്കുന്നത്. മനസ്സ് സൂക്ഷ്മ ശരീരം കൊണ്ട് കിട്ടുന്ന ശക്തി കൊണ്ട് ഈ ഭൗതികമാകുന്ന ശരീരം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന ധാരണ ശരിയാവുക? അപ്പം അതാണ് കളയേണ്ടത്. അങ്ങനെ അതിനെ കളഞ്ഞുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മമതയില്ലാതെ, ഒന്നിനോടും മമതയില്ലാതെ, എന്നാൽ നിർവഹിക്കേണ്ട സകല കർമ്മങ്ങളും പൂർണ്ണ സംതൃപ്തിയോടെ നിർവഹിക്കാനും കഴിഞ്ഞ് ഒരു ജന്മത്തെ അറിയേണ്ടതിനെ അറിഞ്ഞ് ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്ത് പ്രാരാബ്ധങ്ങളിൽ നിന്ന് മുക്തരായിട്ട് മറികടക്കാൻ സാധിക്കും. ഈ സംസാര സാഗരത്തെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി അതുമാത്രമാണ്. യഥാ തരോഹോ മൂല നിഷേചനേന തൃപ്യന്തി തത് സ്കന്ദ ഭുജ ഉപശാഖഃ പ്രാണ ഉപഹാരാത് ച യഥാ ഇന്ദ്രിയാണാം തഥായേവ സർവ അർഹണം അച്യുത ഇജ്യഃ. യഥാ എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. എന്നതുപോലെ എപ്രകാരമാണോ തരോ വൃക്ഷങ്ങളുടെ മൂലം, വേര്, തത്സ്കന്ധ ആ വൃക്ഷത്തിൻ്റെ തടി, ഭുജം അതിൻ്റെ കൊമ്പുകൾ, ശാഖകൾ, ചില്ലകൾ, ഉപശാഖ ഇവയ്ക്കൊക്കെ നിഷേചനേന ജലത്തെ പകർന്നു കൊടുത്തുകൊണ്ട് തൃപ്യന്തി ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ വേര് ജലം വലിച്ചെടുത്തിട്ട് അതിൻ്റെ കൊമ്പുകൾ, തടി, അതിൻ്റെ ശിഖിരങ്ങളെ എല്ലാത്തിലേക്കും ആ ജലത്തെ പകർന്നു കൊടുത്ത് എല്ലാത്തിനെയും ശക്തിപ്പെടുത്തുന്നത് ആ വൃക്ഷത്തിൻ്റെ വേരാണ്. അത് എപ്രകാരമാണോ അതുപോലെ പ്രാണ ഉപഹാരാത്ത് അതായത് പ്രാണ ഉപഹാരാത്ത് എന്ന് വെച്ചാൽ പ്രാണവായു, ഭക്ഷണം ജലവും നമ്മൾ ആവശ്യത്തിന് ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ, ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ പ്രാണവായു ശക്തിപ്പെടും. ആ പ്രാണവായു യഥാ ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുക്കുന്നു. അങ്ങനെ തഥാ കൊടുക്കുകയും ചെയ്യുന്നു. തഥായേവ അതുപോലെ സർവ അർഹണം എന്ന് വെച്ചാൽ സർവദേവന്മാർക്കും അച്യുത ഇജ്യഹ ഭഗവാൻ ശ്രീഹരിയെ നമ്മൾ അറിഞ്ഞ് ഈശ്വരൻ എന്ന തത്വത്തെ ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീഹരിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ ആരാധനയിലൂടെ മുഴുവൻ ദേവന്മാരെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന്. ഒരു വൃക്ഷത്തിൻ്റെ വേര് ജലത്തെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ തടിക്കും ശാഖകൾക്കും ഒക്കെ ആ ജലത്തെ പകർന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ ശക്തിപ്പെടുന്നു അല്ലേ? അല്ലാണ്ട് വേരും അതിൻ്റെ തടിയും ശാഖകളും കൊമ്പും ഒന്നുമല്ല വെള്ളത്തെ വലിച്ചെടുക്കുന്നത്, വേരാണ് വെള്ളത്തെ വലിച്ചെടുക്കുന്നത്, എന്നിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരൊക്കെ ശക്തിപ്പെട്ട് അതൊക്കെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അവരൊക്കെ ഇലകളും തടിയും ശാഖകളും കൊമ്പുകളും ചില്ലകളൊക്കെ ശക്തിപ്പെടുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് യഥാവിധി ഭക്ഷണവും കഴിച്ച് ജലവും കൊടുക്കുമ്പോൾ പ്രാണവായു ശക്തിപ്പെടുന്നു, ആരോഗ്യം വരുന്നു, ഇന്ദ്രിയങ്ങൾ ശക്തിപ്പെടുന്നു അല്ലേ? ഇതുപോലെ ഭഗവാനെ ശരിയായ വിധത്തിൽ അറിഞ്ഞ് ഈശ്വരൻ എന്ന തത്വം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീഹരിയെ ആരാധിച്ചാൽ ഭഗവാന് മാത്രമല്ല അത് എത്തുക,
മറ്റു ദേവന്മാർക്കെല്ലാവർക്കും എത്തേണ്ടത് കൃത്യമായി എത്തുന്നു എന്ന്, അവരൊക്കെ സംതൃപ്തരാകുന്നു. ഇപ്പോൾ മറ്റു ദേവന്മാർ എന്ന് വെച്ചാൽ അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ, ഭൂമിദേവി, സൂര്യദേവൻ, മറ്റുള്ള ദേവന്മാരെല്ലാം നമ്മൾക്ക് വായു ഭക്ഷണം ഒക്കെ കിട്ടുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ മറ്റുള്ള എല്ലാ ദേവന്മാർക്കും കൊടുക്കേണ്ട പാതിയെ അതോടുകൂടി കിട്ടും. അതിനെ നമ്മൾ വേര് വലിച്ചെടുത്താൽ മതി എന്ന് പറയില്ലേ, അതിനുവേണ്ടി യഥാർത്ഥ വിധിയുള്ള ഈശ്വര തത്വം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ആരാധിച്ചാൽ മതി. ബാക്കി എല്ലാ ദേവന്മാരിലേക്കും അതെത്തും, എല്ലാവരും സംതൃപ്തരാവുകയും ചെയ്യും. ആ ആരാധനയുടെ പങ്ക് അവർക്കെല്ലാം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ശ്ലോകം 15. യഥാ ഏവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനഃ ച തസ്മിൻ പ്രവിശ്യന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരൗ ഏവ ഗുണപ്രവാഹഃ. യഥാ ഏവ എപ്രകാരമാണോ സൂര്യാത് സൂര്യനിൽ നിന്ന് പ്രഭവന്തി എന്ന് വെച്ചാൽ അതായത് ഇങ്ങനെ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, വാര ജലം, പുനഃ അപ്പം സൂര്യനിൽ നിന്ന് ജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്ത് മേഘങ്ങൾ വന്ന് നിന്ന് ആ മേഘങ്ങൾ മഴയായി പെയ്യുന്നു. പുനഃ വീണ്ടും തസ്മിൻ പ്രവിശ്യന്തി കാലേ കാലമാവുമ്പോൾ ഈ ജലം സൂര്യനിലേക്ക് തന്നെ പ്രവേശിക്കുന്നു എന്ന് വെച്ചാൽ വേനൽക്കാലം വരുമ്പോൾ സൂര്യതാപമേറ്റ് ഈ ജലം നീരാവിയായി ആകാശത്തിലേക്ക് പോകുന്നു. വീണ്ടും അത് മേഘങ്ങളായി ഉരുണ്ടു കൂടിയിട്ട് മഴയായി ഭൂമിയിലേക്ക് പെയ്യുന്നു. അപ്പം എപ്രകാരമാണോ സൂര്യനിൽ നിന്ന് വന്നു സൂര്യനിലേക്ക് തന്നെ പോകുന്നത് ഈ ജലം എന്നതുപോലെ ഭൂതാനി സകല ജീവസത്തകളും ഭൂമൗ ഈ ഭൂമിയിൽ നിന്ന് ഭക്ഷണത്തെ സ്വീകരിക്കുന്നു. അപ്പം എല്ലാ ജീവസത്തകളും ഈ ഭൂമിയിൽ നിന്ന് ഭക്ഷണത്തെ സ്വീകരിച്ചു. സ്ഥിരജംഗമാനി അതായത് ചലിക്കാൻ കഴിയുന്നതും സ്ഥാവര ജംഗമം ചലിക്കാൻ കഴിയുന്നതും ചലിക്കാൻ കഴിയാത്തതുമായ സകല സർവ്വചരാചരങ്ങളും ഈ ഭൂമിയിൽ നിന്നും ഭക്ഷണത്തെ സ്വീകരിച്ചു ഭൂമിയിലേക്ക് തന്നെ അവരുടെ ഭൗതിക ശരീരം ലയിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഭക്ഷണത്തെ സ്വീകരിച്ച് ഭൗതിക ശരീരം വളർന്നു വരുന്നു, ഭൂമിയിലേക്ക് തന്നെ ലയിക്കുന്നു. അപ്പോൾ ഈ ഭൗതിക ശരീരം എവിടെ നിന്നുണ്ടായി? പഞ്ചഭൂത നിർമ്മിതമാണ് അല്ലേ? ഈ ഭൂമിയിൽ നിന്നുണ്ടായി ഭൂമിയിലേക്ക് തന്നെ ലയിക്കുന്നു. തഥാ അതുപോലെ ഹരൗ ഏവ ഹരിയിൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാം, ഹരിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. പ്രവാഹ എന്ന് വെച്ചാൽ ഈ ഭൗതിക പ്രകൃതിയുടെ സത്വരജതമോ ഗുണങ്ങൾ വരെ ആ ഹരിയിൽ നിന്ന് വന്നു ഹരിയിലേക്ക് തന്നെയാണ് പോകുന്നത്. എപ്രകാരമാണോ സൂര്യനിൽ നിന്നും ജലം ആരംഭിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, മഴയായി പെയ്യുന്നത്, വീണ്ടും വേനൽക്കാലം വരുമ്പോൾ ഈ ജലം നീരാവിയായി സൂര്യനിലേക്ക് പോകുന്നത്, എപ്രകാരമാണോ ഈ ഭൂമിയിൽ നിന്നും ഭക്ഷണത്തെ സ്വീകരിച്ച് ചലിക്കാൻ കഴിയുന്നതും ചലിക്കാൻ കഴിയാത്തതുമായ സകല സർവ്വചരാചരങ്ങളും ജീവിക്കുന്നത്, അവസാനം ഭൂമിയിൽ തന്നെ ഒടുങ്ങുന്നത്, ഇതുപോലെ നമ്മളെല്ലാവരും എല്ലാ ചരാചരങ്ങളും ഭഗവാനിൽ നിന്നാണ് വന്നത്, ഭഗവാനിലേക്ക് തന്നെയാണ് ലയിക്കേണ്ടത്. അത് സത്വരജ തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങൾ വരെ ഭഗവാനിൽ നിന്ന് വന്നു ഭഗവാനിലേക്ക് ലയിക്കേണ്ടവരാണ്. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു ബസ്സിൽ കയറി അടുത്ത ബസ് ഇറങ്ങുന്നത് പോലെ ഒരു ശരീരത്തിൽ വന്നു ആ ശരീരം ഉപേക്ഷിച്ചു പോകുന്നത് വരെയുള്ള കാലം ആ ഭഗവാനെ വിസ്മരിക്കാതെ സദാ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ അവിടെ നിന്നാണ് വന്നത്, അവിടേക്ക് തന്നെയാണ് പോകേണ്ടത്. എവിടെ നിന്നോ വന്നോ അവിടേക്ക് ലയിക്കേണ്ടവരാണ് എല്ലാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ജന്മം, ആ അറിവ് നേടാൻ പ്രാപ്തമായ ഒരു ജന്മം എപ്പോൾ കിട്ടുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള ജന്മം, അതാണ് ഏറ്റവും നല്ല സമയം. ആ കർമ്മം അങ്ങനെ എപ്പോൾ സ്മരിക്കാൻ തുടങ്ങുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ട കർമ്മം എന്നും പറയുന്നു. അപ്പം ഇതിൻ്റെ നാരദ മഹർഷിയുടെ ഉപദേശം കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം നാരദ മഹർഷി പ്രചേതസ്സുകൾ പറയാണ്, കുടുംബജീവിതത്തിൽ പെട്ടുപോയപ്പോൾ ആ തത്വമൊക്കെ വിസ്മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റെന്ത് കർമ്മം ചെയ്താലും ഭഗവാനെ വിസ്മരിച്ചു പോയിട്ട് ജീവിച്ചാൽ, കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അത് തപസ്സായാലും വേദപഠനമായാലും എന്ത് തന്നെയാണെങ്കിലും ഈശ്വരസ്മരണയില്ലാതെ നിർവഹിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അത് എത്ര വലിയ പുണ്യകർമ്മം ചെയ്താലും കാര്യമില്ല. അതാണ് സ്മരണയാണ്, ഭഗവത് സ്മരണയാണ്. അപ്പോൾ തന്നെ ആ അഹങ്കാരം കൊഴിഞ്ഞു പോകുമ്പോഴാണ് ആ ഭഗവത് സ്മരണ വരുന്നത്.
ഞാനല്ല, ഭഗവാനാണ് ചെയ്യുന്നത്. ഈ സ്മരണ എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്നതല്ല, മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ സങ്കല്പമാണ് ഈ സ്മരണ എന്ന് പറയുന്നത്. അതിലേക്ക് വരണം മനസ്സ്, വെറുതെ വാക്കുകൊണ്ട് പറയലല്ല കേട്ടോ. അപ്പം അത് ആ ഒരു അറിവ് കിട്ടി നമ്മൾ അങ്ങനെ പരിശ്രമിക്കാൻ തുടങ്ങുന്നത് ഏത് ജന്മമാണോ അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജന്മം എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഞായറാഴ്ച നോക്കാം.